അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഓപ്പറേറ്റർ സെൻട്രൽ ഡിഫറൻസ് ഓപ്പറേറ്റർ. ഇതിൻ്റെയൊക്കെ തുടക്കം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാത്തിനും ആ തുടക്കത്തിലാണ് പറഞ്ഞ കാര്യം. ഓരോ ഓപ്പറേറ്റർ ആദ്യം ഷിഫ്റ്റ് ഓപ്പറേറ്റർ പറഞ്ഞപ്പോൾ അതിന് മുമ്പേ നമ്മൾ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ നോട്ടായിട്ട് എഴുതുന്നത്. ഇതൊക്കെ ഇതിനൊക്കെ ബാധകമാണ്. അതിൻ്റെ ഇടയിൽ കുറച്ച് പ്രൂവ് ചെയ്ത കാര്യങ്ങളൊക്കെ അതൊക്കെ കേസിലുള്ളതാണ്. അപ്പോൾ സെൻട്രൽ ഡിഫറൻസ് ഓപ്പറേറ്റർ ഡെൽറ്റ ഓഫ് f of xi equal to f of xi plus h by 2 minus f of xi minus h by 2 is equal to f of I plus 1 by 2 minus f of I minus 1 by 2. ഇതാണ് സെൻട്രൽ ഡിഫറൻസ് ഓപ്പറേറ്റർ. സെൻട്രൽ ഡിഫറൻസ് ഓപ്പറേറ്റർ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഡെൽറ്റ ഓഫ് എഫ് ഓഫ് എക്സ് ഐ എന്ന് പറഞ്ഞാൽ നമ്മളതിനെ എഫ് ഓഫ് എക്സ് ഐ പ്ലസ് എച്ച് ബൈ 2 മൈനസ് എഫ് ഓഫ് എക്സ് ഐ മൈനസ് എച്ച് ബൈ 2 ആണ്. ഇത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എഫ് ഓഫ് ഐ പ്ലസ് 1 by 2 മൈനസ് എഫ് ഓഫ് ഐ മൈനസ് 1 by 2. ഇങ്ങനെയാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. നോട്ട് delta of fi plus 1 by 2 f of I plus 1 by 2 equal to delta f of I plus 1 by 2 ആണ് എന്താ ഈ സാധനം xi plus h by 2 delta of xi plus h by 2. അപ്പോൾ ഡെൽറ്റ ഓഫ് എഫ് ഓഫ് എക്സ് ഐ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എഫ് ഓഫ് എക്സ് ഐ പ്ലസ് എച്ച് ബൈ 2 പ്ലസ് എച്ച് ബൈ 2 മൈനസ് എഫ് ഓഫ് എക്സ് ഐ പ്ലസ് എച്ച് ബൈ 2 മൈനസ് എച്ച് ബൈ 2. അപ്ലൈ ചെയ്തു, റിസൾട്ട് അപ്ലൈ ചെയ്തു. അതായത് ഡെൽറ്റ ഓഫ് എഫ് ഓഫ് എക്സ് ഐ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഐ പ്ലസ് എച്ച് ബൈ 2 മൈനസ് എഫ് ഓഫ് എക്സ് ഐ മൈനസ് എച്ച് ബൈ 2 ആണ്. അപ്പോൾ നമ്മൾ ഡെൽറ്റ ഓഫ് ഐ പ്ലസ് 1 by 2 ഡെൽറ്റ എഫ് ഐ പ്ലസ് 1 by 2 എഫ് ഐ പ്ലസ് 1 by 2 എന്താ എഫ് ഓഫ് എക്സ് ഐ പ്ലസ് എച്ച് ബൈ 2 എഫ് ഓഫ് എക്സ് ഐ പ്ലസ് എച്ച് ബൈ 2 വിളിക്കുന്ന പേരാണ് എഫ് ഐ പ്ലസ് 1 by 2. അപ്പോൾ ഡെൽറ്റ ഓഫ് എഫ് ഓഫ് എക്സ് ഐ പ്ലസ് എച്ച് ബൈ 2 അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്നിട്ട് ഈ റിസൾട്ട് അപ്ലൈ ചെയ്താൽ ഡെൽറ്റ ഓഫ് എഫ് ഓഫ് എക്സ് ഐ ആണ് ഇങ്ങനെ. അപ്പോൾ എക്സ് ഐന്റെ പകരം എന്താണ് എക്സ് ഐ പ്ലസ് എച്ച് ബൈ 2. അപ്പോൾ എക്സ് ഐ പ്ലസ് എച്ച് ബൈ 2 പ്ലസ് എച്ച് ബൈ 2 മൈനസ് എക്സ് ഐ പ്ലസ് എച്ച് ബൈ 2 മൈനസ് എച്ച് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഐ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഐ എന്താ എഫ് ഐ plus 1 minus fi. fi plus 1 minus fi. ഇത് fi plus 1 minus fi എന്ന് പറഞ്ഞാൽ എന്താ fi plus 1 minus fi. ഇതെന്താണ് ഡെൽറ്റ ക്യാപിറ്റൽ ഡെൽറ്റ ഓഫ് എഫ് ഓഫ് എക്സ് ഐ അല്ലേ. അപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടി ഇവിടുന്ന്. ഇത് പ്രൂഫാണ് ശരിക്ക്. അപ്പോൾ ഇതിന് കിട്ടുന്ന റിസൾട്ട് ഇതാണ്.
delta of fi plus 1 by 2 equal to delta of f of xi. So delta del of f of delta of ഈ റിസൾട്ടിന് വളരെ പ്രാധാന്യമുണ്ട്. നെക്സ്റ്റ് റിസൾട്ട് prove that delta raised to n of f of xi equal to delta raised to n minus 1 of f of xi. Proof. Delta raised to n of f of xi equal to delta raised to n minus 1 of delta f of xi. That is equal to delta raised to n minus 1 of delta of f of xi f of xi plus h by 2 minus f of xi minus h by 2. That is delta n minus 1 f5 plus 1 by 2 minus f5 minus 1 by 2. We will denote n on f5. That is equal to delta n minus 1 f5 plus 1 by 2 minus delta n minus 1 f5 minus 1 by 2. Okay. This ശരിക്കും എന്താ? ഇത് ഇതിന്റെ ഡെൽറ്റയാണ്. അപ്പോൾ this is equal to delta of delta raised to n minus 1 f5 plus this is delta of delta raised to n minus 1 f5 അല്ലേ? കാരണം നമുക്കറിയാം ഡെൽറ്റയുടെ ഡെഫിനിഷൻ അപ്ലൈ ചെയ്താൽ നെക്സ്റ്റ് prove that delta square of fi എന്ന് പറഞ്ഞാൽ എഴുതിയാലും f of xi എന്ന് എഴുതിയാലും സെയിം ആണ്. delta of f of i equal to delta fi plus 2 minus delta I minus 1 by 2. Sorry. Delta of f of I equal to, prove that delta of f of I equal to f5 plus 1 minus 2 f5 plus fi minus 1. ഇതുപോലെ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. പ്രൂഫ് delta square f of I equal to delta fi. That is delta of delta fi എന്ന് പറഞ്ഞാൽ എന്താ? f5 plus 1 by 2 minus f5 minus 1 by 2. That is equal to delta f5 plus 1 by 2 minus delta
fi മൈനസ് 1/2 അല്ലേ? ഈ ഡെൽറ്റ fi പ്ലസ് 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഡെൽറ്റയുടെ ഡെഫിനിഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ fi പ്ലസ് 1/2 പ്ലസ് 1/2 മൈനസ് fi പ്ലസ് 1/2 മൈനസ് 1/2. ഇതിനതുപോലെ തന്നെ ഇതിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡെൽറ്റ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ fi മൈനസ് 1/2 പ്ലസ് 1/2 മൈനസ് fi മൈനസ് 1/2 മൈനസ് 1/2. റീസൺ എന്താണ്? ഡെൽറ്റ fi എന്ന് പറഞ്ഞാൽ fi പ്ലസ് 1/2 മൈനസ് fi മൈനസ് 1/2 ആണ്. fi പ്ലസ് 1/2 എന്ന് പറഞ്ഞാൽ എന്താ? fi പ്ലസ് 1/2 എന്ന് പറഞ്ഞാൽ f ഓഫ് xi പ്ലസ് h/2 വിളിക്കുന്നവരാണ്. ഓക്കെ, ഓർമ്മയുണ്ടാവും. ഈ i പ്ലസ് 1/2 ദാറ്റ് ഈസ് fi പ്ലസ് 1 മൈനസ് fi മൈനസ് fi മൈനസ് fi മൈനസ് 1 എന്നാണ്. അത് fi പ്ലസ് 1 മൈനസ് 2fi പ്ലസ് fi മൈനസ് 1 ഇതാണ് പ്രൂവ്. ഓക്കെ, നെക്സ്റ്റ് delta cube. Prove that delta cube of fi equal to fi plus 3/2 minus 3 fi plus 1/2 plus 3 fi minus 1/2 minus fi 3/2. Proof delta cube of fi എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? ഡെൽറ്റ സ്ക്വയർ fi എന്ന് എഴുതാം. That is equal to delta square fi എന്ന് നേരത്തെ നമ്മൾ പ്രൂവ് ചെയ്തു. ഡെൽറ്റ സ്ക്വയർ fi എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയതാണ് എന്താ വാല്യൂ? fi പ്ലസ് 1 മൈനസ് 2fi പ്ലസ് fi മൈനസ് 1 നമ്മൾ പ്രൂവ് ചെയ്താൽ. അപ്പോൾ ഇതിന് ഡെൽറ്റ സ്ക്വയർ fi നെ വാല്യൂ എടുക്കാം. fi പ്ലസ് 1 മൈനസ് 2fi പ്ലസ് fi മൈനസ് 1 അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഓഫ് fi പ്ലസ് 1 മൈനസ് 2 ഇൻറ്റു ഡെൽറ്റ ഓഫ് fi പ്ലസ് ഡെൽറ്റ ഓഫ് fi മൈനസ് 1. That is equal to delta of fi plus 1 എന്ന് പറഞ്ഞാൽ എന്താ? ഡെൽറ്റ ഓഫ് fi പ്ലസ് 1, അതായത് ഡെൽറ്റ ഓഫ് fi എന്ന് പറഞ്ഞാൽ എന്താ? ഡെൽറ്റ ഓഫ് f ഓഫ് xi എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഡെൽറ്റ ഓഫ് f ഓഫ് xi ഇതിന്റെ വാല്യൂ എന്താ? f ഓഫ് xi പ്ലസ് h/2 മൈനസ് f ഓഫ് xi മൈനസ് h/2 ആണല്ലോ. അതാണ് ഉദ്ദേശിക്കുന്നത്. ഒക്കെ fi എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് fi എന്ന് പറഞ്ഞാൽ f ഓഫ് xi, fi പ്ലസ് 1 എന്ന് പറഞ്ഞാൽ f ഓഫ് xi പ്ലസ് h/2, f ഓഫ് xi മൈനസ് 1/2 പറഞ്ഞാൽ ഇവിടെ മൈനസ് വരും. അങ്ങനെ അതാണ്, അത് കൺഫ്യൂഷൻ ആക്കണ്ട, അത് മനസ്സിലാക്കാം. ഇത് ഡെൽറ്റ ഓഫ് fi പ്ലസ് 1 ഇതിന്റെ വാല്യൂ എടുക്കുമ്പോൾ fi പ്ലസ് 1 പ്ലസ് 1/2 minus fi plus 1 minus 1/2 minus 2 into delta fi plus 1/2 minus fi minus 1/2 plus delta of fi എന്ന് പറയുമ്പോൾ fi minus 1 minus 1/2 minus
fi fi minus 1 plus 1 by 2 fi minus 1 minus 1 by 2 ഇങ്ങനെ that is equal to fi 1 plus 1 by 2 3 by 2 3 by 2 minus fi plus 1 by 2 minus 2fi plus 1 by 2 plus 2fi minus 1 by 2 plus ഇവിടെ കിട്ടും fi minus 1 by 2 minus fi minus 3 by 2 എന്ന് കിട്ടും. That is equal to fi plus 3 by 2 fi plus 3 by 2 ഇത് ആഡ് ചെയ്ത minus 3 fi plus 1 by 2 ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ plus 3 fi minus 1 by 2 minus fi minus 3 by 2 ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യുന്നത്. പ്രൂവ് prove that delta equal to e raised to 1 by 2 minus e raised to minus 1 by 2. Prove that delta equal to e raised to 1 by 2 minus e raised to minus 1 by 2. Proof delta of f of xi അതായത് f of xi plus 1 by 2 h by 2 minus f of xi minus h by 2. ഓക്കെ, നമുക്കറിയാം e of f of xi ഇത് 1 e of f of xi എന്ന് പറയുന്നത് എന്താ? e of f of xi നമുക്കറിയാം f of xi ഷിഫ്റ്റ് ഓപ്പറേറ്റർ അല്ല, f of xi plus h. f of xi plus h ഇതാണ് e of f of xi. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ തൊട്ട് മുമ്പ് ഒരു സിമ്പിളൈസ് e raised to r of f of xi നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. എന്താണ്? f of xi plus rh for any real number r belongs ഏത് റിയൽ നമ്പർ എടുത്തു കഴിഞ്ഞാലും e raised to r f of xi എന്ന് പറഞ്ഞാൽ f of xi plus rh എന്നാണ് ഡെഫിനിഷൻ. therefore e raised to 1 by 2 f of xi എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ f of xi plus h by 2 ഇങ്ങനെയുണ്ട് ഡെഫിനിഷൻ. നമ്മൾ തുടക്കത്തിൽ ഷിഫ്റ്റ് ഓപ്പറേറ്റർ ഡിഫൈൻ ചെയ്തപ്പോൾ e raised to r of f of xi എന്ന് പറഞ്ഞാൽ f of xi plus rh for any real number r. അത് പറയുകയാണെങ്കിൽ r equal to 1 by 2 എടുത്തു കഴിഞ്ഞാൽ e raised to 1 by 2 of f of xi എന്ന് പറഞ്ഞാൽ f of xi plus h by 2 എന്നുണ്ട് അല്ല. ഇതുപോലെ
ഇ റേസ് ടു മൈനസ് 1/2 എഫ് ഓഫ് എക്സ് ഐ എന്ന് പറയുന്നത് കിട്ടും. എഫ് ഓഫ് എക്സ് ഐ മൈനസ് h/2 ആർ ഈക്വൽ ടു ഈ ആർ ഈക്വൽ ടു എന്തെടുക്കുക മൈനസ് 1/2. അപ്പോൾ ഇത് 1 2 3 from 1 2 and 3 from 1 2 and 3 we get delta of f of xi equal to e raised to 1/2 f of xi minus e raised to minus 1/2 f of xi. So that is implies delta equal to delta of f of xi equal to e raised to 1/2 minus e raised to minus 1/2 of f of xi. ഈ ഓപ്പറേറ്ററൊക്കെ ഒരു ഫംഗ്ഷൻ തന്നെയാണ് കേട്ടോ, ഇത് മനസ്സിലാക്കണം. അപ്പോൾ ഇതിന് വാല്യൂ ദാറ്റ് ഇംപ്ലൈസ് ഡെൽറ്റ ഈക്വൽ ടു ഇ റേസ് ടു 1/2 മൈനസ് ഇ റേസ് ടു മൈനസ് 1/2. ചോദിക്കാറുണ്ട് ഇതൊക്കെ പ്രൂവ് ചെയ്യാൻ, അതിൻ്റെ പ്രൂഫ്. നെക്സ്റ്റ് അടുത്തത് നോട്ടാണ്. ഡെൽറ്റ റേസ് ടു എൻ എഫ് ഓഫ് എക്സ് ഐ ഈക്വൽ ടു ഇ റേസ് ടു 1/2 മൈനസ് ഇ റേസ് ടു മൈനസ് 1/2 എഫ് ഓഫ് എക്സ് ഐ. That is equal to sigma k equal to 0 to n minus 1 raised to k n factorial divided by k factorial into n minus k factorial f5 plus n by 2 minus k. മറ്റൊരു രണ്ടാമത്തൊന്ന് ഡെൽറ്റ റേസ് ടു എൻ എഫ് ഐ ഈക്വൽ ടു ഡെൽ റേസ് ടു എൻ എഫ് ഐ പ്ലസ് എൻ. നമ്മൾ പ്രൂവ് ചെയ്താണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു സ്മോൾ ഡെൽറ്റ റേസ് ടു എൻ എഫ് ഐ പ്ലസ് എൻ ബൈ 2. ഇത് രണ്ടും നമ്മൾ പ്രൂവ് ചെയ്താണ്. ഇതിന് പ്രൂഫ് കൊടുക്കുക. പ്രൂഫ് ഇൻഡക്ഷൻ ഉപയോഗിച്ച് നിങ്ങൾക്കത് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇത് രണ്ടും നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ട് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചെയ്യാം, ഹോംവർക്കായിട്ട് ചെയ്യാം. ചോദിക്കണമെന്നില്ല, പക്ഷെ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ സെൻട്രൽ ഡിഫറൻസ് ടേബിൾ, central difference table. X f of x x naught f naught x1 f1 x2 f2 x3 f3 3. So വലുതാക്കിയതാ. x0 x1 f1 x2 f2 x3 f3 ഡെൽറ്റ എഫ്
ഡെൽറ്റ എഫ് പറഞ്ഞാൽ എന്താ? ഡെൽറ്റ എഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഡെൽറ്റ ഡെൽറ്റ f1/2. f1ന്റെ f2ന്റെ മിഡിലായിട്ട് വരുന്നതാണ് ഡെൽറ്റ f1/2. ദാറ്റ് ഈസ് ഈക്വൽ ടു f1 മൈനസ് f0. f1 മൈനസ് f0. f1ന്റെ f2ന്റെ മിഡിൽ. അതുകൊണ്ടാണ് ഇതിനെ സെൻട്രൽ ഡിഫറൻസ് അറിയുന്നത്. സെൻട്രൽ ഡിഫറൻസ് കാണാൻ കാരണം ഈ f1ന്റെ f0ന്റെ മിഡിലുള്ള ടേം കാണാനാണ് ഡെൽറ്റ f1/2. അതുകൊണ്ടാണ് ഇതിനെ സെൻട്രൽ. ഇനി f1ന്റെ f2ന്റെ മിഡിലുള്ള ആരാണ്? ഡെൽറ്റ f3/2 അല്ലേ? അപ്പൊ അതിന്റെ വാല്യൂ പറഞ്ഞാല് f2 മൈനസ് f1. ഡെൽറ്റ ഇതിന് രണ്ടിനുള്ളത് ഏതാ? ഡെൽറ്റ എഫ് 3/2 3ന്റെയും 2ന്റെയും ഇടയിലുള്ള മിഡിലുള്ള ടേം എത്ര? 5/2 അല്ലേ? that is equal to f3 minus f2. ഇതാണ് ഡെൽറ്റ f5/2 സെൻട്രൽ ഡിഫറൻസ്. നേരത്തെ ഫോർവേഡ് ഡിഫറൻസ് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അത് ബാക്ക്വേർഡ് ഡിഫറൻസ്. അതുപോലെ സെൻട്രൽ ഡിഫറൻസ് പറഞ്ഞാൽ ഈ സെൻട്രൽ f1ന്റെ f0ന്റെ ഇടയിലുള്ള സെൻട്രൽ, അതിന്റെ സെൻട്രൽ ഡിഫറൻസ്, ഇതിന്റെ ഇടയിലുള്ള ഇതാണ്. അപ്പൊ f1 മൈനസ് f1, 1ന്റെയും 2ന്റെയും. അതുപോലെ 2ന്റെയും 1ന്റെ ഇടയിലുള്ള സെൻട്രൽ ഡിഫറൻസ്, അതായത് 3/2 ആണ് സെൻട്രൽ ഡിഫറൻസ്. അത് കാണാം 5/2 അങ്ങനെ. ഇനി ഡെൽറ്റ സ്ക്വയർ എഫ് ഡെൽറ്റ സ്ക്വയർ എഫ് ഇതിനിടയിലില്ല. ഡെൽറ്റ സ്ക്വയർ അതായത് 3/2ന്റെയും 1/2ന്റെ ഇടയിലുള്ള മിഡിൽ പറഞ്ഞാല് ഡെൽറ്റ സ്ക്വയർ f1 ഈക്വൽ ടു ഡെൽറ്റ f3/2 മൈനസ് ഡെൽറ്റ f1/2. അതായത് ഇത് രണ്ടിന്റെ ഡിഫറൻസ്, അതാണ് സെൻട്രൽ ഡിഫറൻസ്. ഡെൽറ്റ സ്ക്വയർ f1 ആയിരിക്കും. കാരണം 3/2 1/2ന്റെ മിഡിൽ എത്ര? 3/2 പ്ലസ് 1/2 2/1. 2/2 പറയുമ്പോൾ 1. ഇവിടെ നമ്മൾ എടുത്തത് ഇവിടെ ഇങ്ങനെ 1/2 വന്നത് കാരണം ഡെൽറ്റ f1/2 എന്ന് പറയാൻ കാരണം f1 f1 പ്ലസ് 0ന്റെയും 1ന്റെയും മിഡിൽ എത്ര? 1/2. അപ്പൊ ഡെൽറ്റ സെൻട്രൽ ഡിഫറൻസ് ഓഫ് f1/2, അതായത് f-ന്റെയും 1ന്റെയും ഇടയിലുള്ള അതിന്റെ ഡിഫറൻസ് ഡെൽറ്റ ഓഫ് f1/2, f1 മൈനസ് f0 അതായിരിക്കും കേട്ടോ. അതുപോലെ f1ന്റെ f2ന്റെ ഇടയിലുള്ള സെൻട്രൽ ഡിഫറൻസ്, അതായത് f3/2 ആണ്. f3/2 അത് പറഞ്ഞാല് f2 മൈനസ് f1. അതുപോലെ f3ന്റെയും f2ന്റെ ഇടയിലുള്ള സെൻട്രൽ ഡിഫറൻസ് അതെന്താണ്? 3ന്റെയും 2ന്റെ ഇടയിലുള്ള മിഡിൽ പോയിന്റ് ഏതാ? 5/2 അല്ല. അതാണ് ഡെൽറ്റ f5/2, f3 മൈനസ് f2. ഇത് രണ്ടിന്റെ ഡിഫറൻസ് ആണ്. അത് ഇത് രണ്ടിന്റെ ഡിഫറൻസ് ആണ്. ഇത് രണ്ടിന്റെ ഡിഫറൻസ്. നെക്സ്റ്റ് നമുക്ക് ഇവിടെ 3/2 1/2 ആണ്. 3/2ന്റെയും 1/2ന്റെയും മിഡിൽ എത്ര? 3/2 പ്ലസ് 1. 3/2 പ്ലസ് 1/2 ദാറ്റ് ഈസ് 2 അല്ല 2/2 1. അപ്പൊ ഇവിടെ തരും ഡെൽറ്റ സ്ക്വയർ f1 വരും. അതെന്താണ്? ഇതിന് രണ്ടിന്റെ ഡിഫറൻസ്. നെക്സ്റ്റ് 5/2ന്റെയും 3/2ന്റെയും സെൻട്രൽ ഡിഫറൻസ് എത്ര? 5/2ന്റെയും 3/2 അതിന്റെ മിഡില് 5/2 പ്ലസ് 3/2 എത്ര? 8/2 4 അല്ല. അപ്പൊ ഡെൽറ്റ സ്ക്വയർ
F2 4/2 വരുമ്പോൾ 5/2 plus 3/2 5 plus 3 5/2 5/2 നും 3/2 നും മിഡിൽ ഡെൽറ്റ സ്ക്വയർ F1/2 F ഇതിന്റെ വാല്യൂ പറഞ്ഞാൽ ഡെൽറ്റ F5/2 മൈനസ് ഡെൽറ്റ F3/2. ഈ 5/2ന്റെയും 3/2ന്റെയും മിഡിൽ എന്ന് പറയുമ്പോൾ 5/2 മൈനസ് 3/2 5/2 മൈനസ് 3/2 എന്ന് പറഞ്ഞാൽ എത്ര 5 മൈനസ് അപ്പോ 5 ഇതിന്റെ മിഡിൽ 3/2ന്റെയും 5/2ന്റെയും മിഡിൽ എത്രയാ 3/2 പ്ലസ് 5/2 ഡിവൈഡ് ബൈ 2 3/2 എത്ര 4/2 this 2 ആണ്. അതുകൊണ്ടാണ് ഇവിടെ ഡെൽറ്റ സ്ക്വയർ F2. ഇനി ഡെൽറ്റ ക്യൂബ് F അടുത്ത് ഡെൽറ്റ ക്യൂബ് F. ഡെൽറ്റ ക്യൂബ് F പറയുമ്പോൾ 1ന്റെയും 2ന്റെയും മിഡിൽ എത്ര 1ന്റെയും 2ന്റെയും മിഡിൽ 1 പ്ലസ് 2/2 അല്ലേ 1ന്റെയും 2ന്റെയും മിഡിൽ പോയിന്റ് പറഞ്ഞാൽ 1 പ്ലസ് അത് 3/2 അപ്പോൾ ഡെൽറ്റ ഇവിടെ ഇതിന്റെ മിഡിൽ ഡെൽറ്റ ക്യൂബ് F 3/2 ഈക്വൽ ടു ഡെൽറ്റ സ്ക്വയർ F2 മൈനസ് ഡെൽറ്റ സ്ക്വയർ F1 ഇവിടെ കാണുന്നുണ്ടല്ല ഡെൽറ്റ സ്ക്വയർ F2 മൈനസ് ഡെൽറ്റ സ്ക്വയർ F1 അപ്പോൾ ഇതാണ് സെൻട്രൽ ഡിഫറൻസ് പറയാൻ കാരണം ഈ നമ്മൾ കാണുന്നത് ഈ F1ന്റെയും F2ന്റെയും ഇടയിലുള്ള മിഡിൽ പോയിന്റിന്റെ F1ന്റെയും 1ന്റെയും 0ന്റെയും ഇടയിലുള്ള മിഡിൽ പോയിന്റ് പറഞ്ഞാൽ 1/2 ആണ്. അപ്പോൾ അതിന്റെ ഡിഫറൻസ് അപ്പോൾ ഡെൽറ്റ F1/2 എന്ന് പറയും. ഇതിന്റെ ഡിഫറൻസിന് ഡെൽറ്റ F1/2 പറഞ്ഞാൽ F1 മൈനസ് F0 ഡെൽറ്റ 2ന്റെയും 1ന്റെയും ഇടയിലുണ്ട് 2ന്റെയും 1ന്റെയും മിഡിൽ എത്ര 1 പ്ലസ് 2 3/2 അപ്പോൾ ഡെൽറ്റ F3/2 പറഞ്ഞാൽ F2 മൈനസ് F1 അങ്ങനെയാണ് നമ്മൾ സെൻട്രൽ ഡിഫറൻസിനെ ലഭിക്കുന്നത്. ഇതാണ് ടാബിൾ. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ വാല്യൂസ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഇതിന് മറ്റൊരു രൂപത്തിൽ ടാബിൾ നമുക്ക് ഇവിടെ 3 പോയിന്റ്സ് വെച്ചിട്ടാണ് നമ്മൾ വേറൊരു കൂടുതൽ പോയിന്റ്സ് വെച്ചിട്ടാണ് ടാബിൾ സെൻട്രൽ ഡിഫറൻസ് ടാബിൾ തന്നെയാണ് അടുത്ത്. ഈ ടാബിളിന് വളരെ പ്രാധാന്യമുണ്ട്. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുക. നമ്മൾ ആൾട്ടർനേറ്റ് ടേബിൾ x f of x minus 2 x naught എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പകരം x minus 2 നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അതുപോലെ x minus 1 x naught x1 x2 x minus 2 x minus 1 x naught x1 x2 ഇപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് f minus 2 f minus 1 f naught f1 f2 ഒന്നുമില്ല. നമ്മൾ പേര് കൊടുക്കണം. x naught x1 x2 പേര് കൊടുത്തതിന് പകരം x minus 2 x minus 1 x0 x1 x2 corresponding f naught f minus 2 f minus 1 f0 f1 f2 f minus 2 എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും
എഫ് മൈനസ് ടു പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, എഫ് ഓഫ് എക്സ് മൈനസ് ടു. എക്സ് മൈനസ് ടുവിന്റെ വാല്യൂ എന്താണോ, ഇപ്പൊ എക്സ് വൺ എന്ന് പറയുന്നില്ലേ, അതിന്റെ എക്സ് മൈ, അതുപോലെ ഇൻഡെക്സ് പേര് കൊടുക്കാണ് എക്സ് മൈനസ് ടു. വേറെ പ്രശ്നങ്ങൾ പുതിയതായിട്ടൊന്നുമില്ല. ഇപ്പൊ നമ്മള് ഡെൽറ്റ എഫ്, ഡെൽറ്റ സ്ക്വയർ എഫ് കുറെ ഉണ്ട്, അതുകൊണ്ട് ഡെൽറ്റ ക്യൂബ് എഫ്, ഡെൽറ്റ റേസ് ടു 4f. ഇവിടെ വരാം ഈ മൈനസ് വണ്ണിന്റെയും മൈനസ് ടുവിന്റെയും ഡിഫറൻസ് എത്ര വരിക, മൈനസ് വണ്ണിന്റെയും മൈനസ് ടുവിന്റെയും മിഡില് മൈനസ് വൺ പ്ലസ് മൈനസ് ടു മൈനസ് ത്രീ ഡിവൈഡ് ബൈ ടു. അപ്പോൾ ഇവിടെ എന്തിനാ ഡെൽറ്റ മൈനസ് 3/2 എഫ്. ഇതിന്റെ വാല്യൂ എന്താണ്, എഫ് മൈനസ് വൺ മൈനസ് എഫ് മൈനസ് ടു. അപ്പൊ ഈ വാല്യൂ ഞാൻ എഴുതുന്നില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഈ മിഡിൽ എഴുതി കഴിഞ്ഞാൽ ഇത് രണ്ടിന്റെയും ഡിഫറൻസ് ആണ്. ഇനി ഇതിന്റെ ഡിഫറൻസ്, ഇത് സീറോന്റെയും മൈനസ് വണ്ണിന്റെയും മിഡിൽ എത്രയാണ്, ശ്രദ്ധിക്കണം, ഇവിടെയാണ് എഴുതുന്നത്. സീറോന്റെയും മൈനസ് വണ്ണിന്റെയും മിഡിൽ മൈനസ് 1/2 അല്ലേ, അപ്പോൾ ഡെൽറ്റ എഫ് മൈനസ് 1/2. ഇപ്പൊ അതിന്റെ വാല്യൂ എന്താ ശരിക്കും, എഫ് നോട്ട് മൈനസ് എഫ് മൈനസ് 1. ഇത്രയേ ഉള്ളൂ അതിന്റെ വാല്യൂ. അവിടെ വാല്യൂ ഇതൊന്നും ഇല്ലാന്നുള്ളൂ. ഓക്കെ, അടുത്ത് വണ്ണിന്റെയും സീറോന്റെയും മിഡില് എന്താണ്, വണ്ണിന്റെയും സീറോന്റെയും മിഡിൽ പറഞ്ഞാല് ഡെൽറ്റ 1/2 അല്ല. ഇതിന്റെ വാല്യൂ ശരിക്കും എന്താ, എഫ് വൺ മൈനസ് എഫ് നോട്ട്. ഓക്കെ, അടുത്തത് എഫ്. ഇത് മനസ്സിലാക്കിയിരിക്കണം, നിങ്ങൾ നോട്ടിൽ എഴുതുമ്പോൾ ഇവിടെ വാല്യൂ എഴുതണേ, ആണ് നല്ലത്. ഇവിടെ ശരിക്ക് എഫ് വൺ എഫ് മൈനസ് വൺ മൈനസ് എഫ് സീറോ. ഇവിടുത്തെ വാല്യൂ പറഞ്ഞാൽ എഫ് സീറോ മൈനസ് എഫ് മൈനസ് വൺ. ഇവിടുത്തെ വാല്യൂ പറഞ്ഞാൽ എഫ് മൈനസ് വൺ മൈനസ് എഫ് മൈനസ് ടു. ഇവിടുത്തെ എഫ് സീറോ മൈനസ് എഫ് മൈനസ് വൺ. ഇതിന്റെ വാല്യൂ പറഞ്ഞാൽ എഫ് വൺ മൈനസ് എഫ് സീറോ. അവിടെ ഇതുണ്ട്, ഞാൻ അടുത്ത സ്റ്റെപ്പിൽ ഇത് വായിക്കും, കാരണം സ്പേസ് ഇല്ല. പിന്നെ എഫ് വൺ എഫ് ടു, ഇതിന് വണ്ണിൻ്റെയും ടൂവിൻ്റെയും മിഡിൽ പറഞ്ഞാൽ 3/2. അപ്പോൾ എഫ് 3/2 എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ, എഫ് ടു മൈനസ് എഫ് വൺ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഇത് എഴുതണം, ഞാനിത് എഴുതുന്നില്ല, ജസ്റ്റ് അതിൻ്റെ സിമ്പിൾ മാത്രമേ ഇത് എഴുതുന്നു. ഇനി അടുത്തത് ഇതിനാണെങ്കിൽ ഡിഫറൻസ് ആണ്. ഇതിനാണെങ്കിൽ സെൻട്രൽ ഡിഫറൻസ് മൈനസ് 1/2 മൈനസ് 3/2ന്റെ മിഡിൽ എത്ര, മൈനസ് 1/2 പ്ലസ് മൈനസ് 3/2 ഡിവൈഡ് ബൈ 2. ഇതെന്താ, മൈനസ് 2 അല്ലേ. അപ്പോൾ ഡെൽറ്റ സ്ക്വയർ എഫ് മൈനസ് 2, ഡെൽറ്റ സ്ക്വയർ മൈനസ് 2. മൈനസ് 2 ആണോ അതോ മൈനസ് 3/2 മൈനസ് 1, ഇതിന് മിഡില് മൈനസ് 1 അല്ല, മൈനസ് 1/2ന്റെയും മൈനസ് 3/2ന്റെയും ആവറേജ് മിഡില് മൈനസ് 1 അല്ല. അതുപോലെ ഇവിടെ ഇത് രണ്ടും മൈനസ് 1 പ്ലസ് 1/2ന്റെയും മൈനസ് 1/2ന്റെയും മിഡില് ഡെൽറ്റ സീറോ അല്ല, ഡെൽറ്റ സ്ക്വയർ എഫ് സീറോ. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് ആണ് മനസ്സിലാക്കേണ്ടത്. ഇനി ഇത് രണ്ടിന്റെയും മിഡില് 3/2ന്റെയും 1/2ന്റെയും 3/2 plus 1/2 4/2 divided by 2 delta square f1. ഇനി ഇത് ഡെൽറ്റ ക്യൂബ് എഫ് മൈനസ് 1/2. കാരണം സീറോന്റെയും മൈനസ് വണ്ണിന്റെയും മിഡിൽ വരിക മൈനസ് 1/2 അല്ലേ. അപ്പൊ അതിന്റെ വാല്യൂ പറഞ്ഞാൽ ശരിക്കും ഈ വാല്യൂന്ന് ഇത് കുറക്കുക, അതാണ് ഇവിടെ എഴുതുന്നത്. ഇതിന്റെ വാല്യൂ പറഞ്ഞാൽ ഈ രണ്ട് വാല്യൂ ഇത് സബ്സ്ട്രാക്ട് ചെയ്യാം, ഇതിന്റെ വാല്യൂ പറഞ്ഞാൽ ഇതിൽ നിന്ന് സബ്സ്ട്രാക്ട് ചെയ്യാം, അങ്ങനെയാണ് ചെയ്യുക. ഇതിന്റെ വാല്യൂ വണ്ണിന്റെ ഇത് ഡെൽറ്റ സ്ക്വയർ എഫ് 1/2. ഇനി 1/2ന്റെയും മൈനസ് 1/2ന്റെയും മിഡിൽ സീറോ അല്ല, അപ്പോൾ ഡെൽറ്റ റേസ് ടു 4f 1/2. സോറി, സീറോ മിഡില്. ഇങ്ങനെയാണ് അതിന്റെ ടാബിള്. ഇപ്പൊ വാല്യൂസ്
പേര് കൊടുക്കൽ എങ്ങനെയാണ് ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ഇതിനെ സെൻട്രൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. സെൻട്രൽ വാല്യൂ -1/2 നൊട്ടേഷൻ സെൻട്രൽ വാല്യൂസ് ആയതുകൊണ്ടാണ് അങ്ങനെ സെൻട്രൽ ഡിഫറൻസ് പഠിക്കുന്നത്. ഓക്കെ, ലാസ്റ്റ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം. നെക്സ്റ്റ് മീൻ ഓപ്പറേറ്റർ. അഞ്ചാമത്തെ മീൻ ഓപ്പറേറ്റർ മ്യൂ. മീൻ ഓപ്പറേറ്റർ മ്യൂ. മ്യൂ ഓഫ് f of xi equal to 1/2 into f of xi plus h/2 plus f of xi minus h/2. ഇതാണ് മീൻ ഓപ്പറേറ്റർ. ഇത് ശരിക്കും എന്താ, എഫ് ഓഫ് എക്സ് ഐ പ്ലസ് h/2 എഫ് ഓഫ് എക്സ് ഐ മൈനസ് h/2 ഈ രണ്ട് വാല്യൂസുകളുടെയും ആവറേജ് മീൻ. അതുകൊണ്ടാണ് ഇതിന് മീൻ ഓപ്പറേറ്റർ. നേരത്തെ ഡെൽറ്റ നമ്മൾ ഡിഫൈൻ ചെയ്ത് ഇങ്ങനെയാണ്. ഡെൽറ്റ എഫ് ഓഫ് എക്സ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഐ പ്ലസ് h/2 മൈനസ് എഫ് ഓഫ് എക്സ് ഐ മൈനസ് h/2. ഇങ്ങനെയാണ് ഡെൽറ്റ സെൻട്രൽ ഡിഫറൻസ്. ഇതെന്തുകൊണ്ടാണ് സെൻട്രൽ ഡിഫറൻസ് പറഞ്ഞാൽ ഈ എക്സ് ഐ ഇത് ശരിക്ക് ഇതിന് രണ്ടിൻ്റെയും സെൻട്രൽ വാല്യൂസ് ഡിഫറൻസ് ആണ്. എക്സ് ഐ പ്ലസ് h/2 എക്സ് ഐ മൈനസ് h/2 എന്ന് പറഞ്ഞാൽ സെൻട്രൽ ആണ്. Prove that mu equal to 1/2 into e raised to 1/2 plus e raised to minus 1/2. Problem. Prove that mu equal to 1/2 into e raised to 1/2 plus e raised to minus 1/2. Answer. We have mu of f of xi. ഈ എഫ് ഓഫ് എക്സ് ഐന് വേണമെങ്കിൽ നിങ്ങൾക്ക് എഫ് ഐനെ ഡിനോട്ട് ചെയ്യാം. അതുപോലെ എഫ് ഓഫ് എക്സ് ഐ പ്ലസ് h/2 ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം, എഫ് ഐ പ്ലസ് 1/2. അതൊക്കെ മറന്നു പോകരുത്. മ്യൂ ഓഫ് എഫ് ഓഫ് എക്സ് ഐ ആണ് 1/2 ഇൻറ്റു എഫ് ഓഫ് എക്സ് ഐ പ്ലസ് h/2 പ്ലസ് എഫ് ഓഫ് എക്സ് ഐ മൈനസ് h/2. ഇവിടുത്തെ എച്ച് ഒക്കെ എന്താണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, തുടക്കത്തിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ അതുകൊണ്ടായിട്ട് ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എ ബി സി ഡി എന്നിങ്ങനെ എഴുതുന്നുണ്ട്. എ എഴുതുന്നതിന് മുമ്പ് കുറച്ച് നോട്ടായിട്ടില്ല. എന്താണ് x1 x2 എന്ന് പറഞ്ഞിട്ടുണ്ട്, എച്ച് എന്താന്ന് പറഞ്ഞാൽ ആ കാര്യങ്ങൾ ഡെഫിനേഷൻ എഴുതുമ്പോൾ എല്ലാത്തിനും ഡെഫിനേഷൻ എഴുതുകയാണെങ്കിൽ തുടക്കത്തിൽ എഴുതണം, ഡിഫൈൻ ചെയ്യാൻ പറയുകയാണെങ്കിൽ. ഓക്കെ, നമുക്ക് mu of f of x i ഇനി പറയാം e of f of x i എന്ന് പറഞ്ഞാൽ എന്താ, ഷിഫ്റ്റ് ഓപ്പറേറ്റർ f of x i plus h. ഇതാണ് ഷിഫ്റ്റ് ഓപ്പറേറ്റർ f of x i plus h. ഇങ്ങനെയാണെങ്കിൽ ഫോർ എനി റിയൽ നമ്പർ, ഫോർ ഇതിൽ നമ്പർ 1 എന്ന് കൊടുക്കണേ, for any real number r f e raised to r f of xi plus f of xi എന്ന് പറഞ്ഞാൽ f of xi plus rh. For any real number rh e raised to r of f of xi equal to f of xi plus rh. ഇതൊക്കെ നമ്മൾ തുടക്കത്തിൽ ഡിഫൈൻ ചെയ്യണം.
That is E. Therefore, e raised to 1 by 2 of f of xi. എന്നിട്ടോ f of xi plus r ന് പകരം 1 by 2 of h by 2. അതുപോലെ e raised to minus 1 by 2 of f of xi. എന്നിട്ടോ f of xi minus h by 2. അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിനെ 2, 3 from 1 ഈ വാല്യൂ e of f of x ആണ്. ഇതെന്താണ് e of e raised 1 by 2. Therefore, from 1, 2 and 3 we get mu of f of xi equal to 1 by 2 into f of xi plus h by 2 plus f of xi minus h by 2. That is equal to 1 by 2 into e of the value f of xi and the value f e of e raised 1 by 2 of f